പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപിടി ഹൊറർ ത്രില്ലറുകളും സ്പോർട്സ് ഡ്രാമകളും ഹോളിവുഡ് കൈയടക്കിയ വർഷമാണ് 2025. ഒപ്പം തന്നെ പ്രേക്ഷകർ വർഷാവർഷമായി കാണുന്ന കോമിക് സൂപ്പർ ഹീറോ സിനിമകളെ സാരമായി തഴയുകയും ചെയ്തു. 2025 ഞാൻ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച 5 ഹോളിവുഡ് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 5ാം സ്ഥാനത്ത് വരുന്നത് ഹോളിവുഡിലെ തന്നെ ഏറ്റവും മികച്ച ആനിമേഷൻ മൂവി സീക്വൽ എന്ന് വിളിക്കാൻ പറ്റുന്ന സിനിമയാണ് സൂട്ടോപ്പിയ 2. മൃഗങ്ങളെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കോമിക് ആനിമേഷൻ സിനിമയിൽ ഇത്ര പെർഫെക്റ്റ് ആയ ഒരു പൊളിറ്റിക്സ് ബ്ലെൻഡ് ചെയ്യുക, ഒരു കിടിലൻ സ്റ്റോറി പറയുക, അതും ഒരു റിയൽ ലൈഫ് ലൈവ് ആക്ഷൻ സിനിമകളുടെ അത്രയും വലിയ ഡ്രമാറ്റിക് ത്രില്ലിംഗ് മൊമെൻറ്റിലും കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ആനിമേഷൻ്റെ എല്ലാ സാധ്യതകളും പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ വളരെ ഗ്രിപ്പിംഗ് ആയ ഒരു സ്റ്റോറി കൊണ്ടുവന്നെന്ന് മാത്രമല്ല, ഓരോ മൃഗങ്ങളെ അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ചും ആനിമേഷൻ ഓരോന്നും ചേഞ്ച് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസകരമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2025 5ാമത്തെ ഹോളിവുഡ് സിനിമയാണ് സൂട്ടോപ്പിയ 2. സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ക്ലാസിക് സിനിമയാണ് 4ാം സ്ഥാനത്തുള്ളത്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ലിയനാർഡോ ഡിക്കാപ്രിയോ, ചേസ് ഇൻഫിനിറ്റി, സീൻ പെൻ, ബെനീഷ്യോ ഡെൽ ടോറോ, ഈ 4 നടീനടന്മാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ 2 പേർ, ബെനീഷ്യോ ഡെൽ ടോറോ, സീൻ പെൻ, ഇതിൽ രണ്ടിൽ ഒരാൾക്ക് ഈ വർഷത്തെ ഓസ്കാറിലെ മികച്ച സഹനടൻ അവാർഡ് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സിനിമയിൽ മറക്കാനാവാൻ കഴിയാത്ത ഒരു ഗംഭീര ക്ലൈമാക്സ് ചേസ് സീക്വൻസ് ഉണ്ട്. അത്രയധികം ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സീക്വൻസ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2025 4ാമത്തെ ഹോളിവുഡ് സിനിമയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സിനിമയുടെ പോസ്റ്ററിൽ വന്ന 2 വരികൾ കൊണ്ട് മാത്രം പ്രേക്ഷകരെ ഞെട്ടിച്ച, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിപ്പിച്ച, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എത്തിച്ച സിനിമയാണ് സാക് റഗറിൻ്റെ വെപ്പൺസ്. വളരെ വിചിത്രമായൊരു ഹൊറർ കഥയെ നോൺ ലീനിയർ ഫോർമാറ്റിൽ പറയുക. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു സെക്കൻഡ് പോലും ഹൊററിൻ്റെയോ ത്രില്ലറിൻ്റെയോ എലമെൻറ്റ്സ് ഒന്നും ചോർന്നു പോകാതെ പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അപൂർവം ചില കാര്യങ്ങളിൽ ഒന്നാണ്. അഭിനയിച്ച നടീനടന്മാരുടെ പെർഫോമൻസിനേക്കാൾ മുകളിൽ ആ കഥ പറച്ചിൽ രീതി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൽ കാരി ക്രിസ്റ്റഫർ എന്ന ബാലനടൻ്റെ അഭിനയം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഒരു സിനിമ പറയുമ്പോൾ മറ്റൊന്നിനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ എന്ന് പറയാൻ പറ്റുന്ന സിനിമകളാണ് മിക്കവാറും ഉണ്ടാകുന്നത്. പക്ഷെ ഒരിക്കലും മറ്റൊന്നുമായും കമ്പയർ പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഒരു യുണീക്കായ ഒരു ഗംഭീര ഹൊറർ സിനിമയാണ് വെപ്പൺസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3ാമത്തെ ഹോളിവുഡ് സിനിമയാണ് വെപ്പൺസ്. 2ാമത്തെ ഒരു സ്പോർട്സ് ഡ്രാമയാണ്. സിനിമയിൽ വളരെ ചുരുക്കം മാത്രം വന്നിട്ടുള്ള ഒരു സ്പോർട്ടാണ് ഫോർമുല 1 റേസിംഗ്. അതിനെ ഇത്രത്തോളം എൻ്റർടൈനിങ് ആയി, ഇത്രത്തോളം എൻഗേജിങ് ആയി എടുത്തൊരു സിനിമ ജോസഫ് കൊസിൻസ്കിയുടെ F1 ആയിരിക്കും. ഒരുപക്ഷെ 2025 ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം പറയാൻ പോകുന്ന സിനിമ F1 തന്നെയായിരിക്കും. ഡാംസൺ ഇദ്രിസ്, ഹാവിയർ ബാർഡം, ബ്രാഡ് പിറ്റ് എന്നിവരുടെ ഗംഭീര പെർഫോമൻസിനൊപ്പം അതിഗംഭീര വിഷ്വൽസും ഹാൻസ് സിമ്മറിൻ്റെ മ്യൂസിക്കും കൂടി ആകുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഒരു വൻ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സിനിമയുടെ മ്യൂസിക്, വിഷ്വൽ, സൗണ്ട് എഫക്ട്സ്, സൗണ്ട് മിക്സിംഗ് എന്നൊക്കെ പറയുന്നത് ഓസ്കാർ വർത്തിയായിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2025 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ ഹോളിവുഡ് സിനിമയാണ് F1. 2025 ഏറ്റവും മികച്ച ഹോളിവുഡ് സിനിമ എന്നോട് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ, സിന്നേഴ്സ്. കാരണം ഒരു ഹൊറർ ത്രില്ലർ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഡാൻസ്, മ്യൂസിക്, ത്രില്ലർ, ഹൊറർ, ഡ്രാമ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൾമിനേറ്റ് ചെയ്ത ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റയാൻ കൂഗ്ലറിൻ്റെ സിന്നേഴ്സ്. ഇരട്ട വേഷങ്ങളിലെത്തിയ മൈക്കൽ ബി ജോർദാൻ, ഹേർലി സ്റ്റെയിൻഫീൽഡ്, ജാക്ക് ഒക്കോണൽ ഇവരുടെ ഗംഭീര പെർഫോമൻസിനൊപ്പം എടുത്തു പറയേണ്ട പേരാണ് ഓട്ടം ആർപ്പയുടെ സിനിമാറ്റോഗ്രഫി, ലുഡ്വിഗ് ഗുരാൻസന്റെ മ്യൂസിക്. കാരണം സിനിമയെ അത് പലപ്പോഴും വല്ലാത്തൊരു മൂഡിലേക്ക് എത്തിച്ചേക്കുന്നതിൽ വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒപ്പം സംവിധായകൻ റിയാൻ കൂഗ്ലറിൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി മാറുന്നുണ്ട് സിന്നേഴ്സ്. അതുകൊണ്ട് തന്നെ 2025 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോളിവുഡ് സിനിമയാണ് സിന്നേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 2025 ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യും.